ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഹെയർ കെയർ ജേണിയാണ്. അപ്പോൾ എൻ്റെ മുടി ഒരു സൈഡിൽ നിന്ന് വട്ടത്തിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് മുടി തിരികെ വളർത്തിയെടുത്തതെന്നും അതുപോലെ തന്നെ ഹെയർ ഫോളൊക്കെ നന്നായിട്ട് കുറച്ചത് എങ്ങനെയാണെന്നും പുതിയ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ മുടി ഒരു സൈഡിൽ നിന്ന് നന്നായിട്ട് വട്ടത്തിൽ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ആ ഭാഗം മൊട്ടയായതാണ് കേട്ടോ. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. അത് ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ഞാനത് എങ്ങനെയാണ് തിരിച്ച് റിക്കവർ ചെയ്തിരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ഞാൻ റിക്കവർ ചെയ്തെടുത്തതെന്നൊക്കെ നോക്കാം. അതിന് മുന്നേ ആയിട്ട് ഞാനൊരു പ്രൊഡക്ട്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് ബാത്ത് പൗഡർ യൂസ് ചെയ്യാനും അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫീസിലും സ്കൂളിലും ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരെടുത്ത് പറയാറുണ്ട് ബാത്ത് പൗഡറാണ് നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ലതെന്ന്. അപ്പോൾ അങ്ങനെ പറ്റാത്തവർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു പ്രൊഡക്റ്റാണ് കാണിക്കുന്നത്. ഇത് നീം ലോഷൻ സോപ്പാണ്. അതായത് നമ്മുടെ ജെന്റിലായിട്ടുള്ള ക്ലെൻസറും അല്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ബാർ പോലില്ലേ, അതുപോലൊരു പ്രൊഡക്റ്റാണ് ഞാൻ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് മാമാർത്തിൻ്റെ നീം ലോഷൻ സോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളത്. അതായത് ആര്യവേപ്പിൻ്റെയാണ്. നല്ല മോയ്സ്ചറൈസിങ് ആയിട്ടുള്ളൊരു സോപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാം. വിത്ത് നീം ടീ ട്രീ ആണ്. അപ്പോൾ നമുക്കിത് ഫേസിലും യൂസ് ചെയ്യാം. എങ്കിലും ഞാൻ ഫേസിൽ ആരുടെടുത്തും സജസ്റ്റ് ചെയ്യില്ല. എപ്പോഴും ബോഡിയിൽ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഡെർമറ്റോളജി ടെസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ നോൺ ഡ്രൈയിങ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര മോയ്സ്ചറൈസിങ് എഫക്റ്റ് ആണ്. മെയ്ഡ് സേഫ് ആണ് ഫോർ സ്കിൻ പ്യൂരിഫിക്കേഷൻ. അതായത് നീമും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ സ്കിന്നിലെ ഡെഡ് സെൽസ് അതുപോലെ തന്നെ പൊടിയൊക്കെ അടിച്ചിരിക്കുന്ന സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാമാർത്തിൻ്റെ പ്രോഡക്ട്സ് അത്യാവശ്യം പാരബൻ ഫ്രീ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. പിന്നെ എന്താണ്, എല്ലാ പ്രോഡക്ട്സുകളും എന്താ പറയുക പാരബൻ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്ട്സുകളാണ്. പിന്നെ മാമാർത്തിൻ്റെ പ്രോഡക്ട്സ് ഇപ്പം നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കിട്ടും. ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് എല്ലായിടത്തും ഉണ്ട്. പിന്നെ നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് അവരുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ആപ്പ് ത്രൂ ആണ് മേടിക്കണമെങ്കിൽ 20% ഡിസ്കൗണ്ട് എക്സ്ട്രാ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു നീം സോപ്പിൻ്റെ റേറ്റ് 99 രൂപയാണ്. എത്ര ഗ്രാം വരുന്നുണ്ടെന്ന് നോക്കട്ടെ. 125 ഗ്രാമാണ് വരുന്നത്. ഇപ്പോൾ ഒരു 1 മന്തിനൊക്കെ ഇത് മതിയാവും. പിന്നെ ഈ 99 എന്നുള്ളത് നമ്മുടെ 20% ഡിസ്കൗണ്ടും കൂടെ കഴിക്കുമ്പോൾ 99 എന്നുള്ളത് ഒരു 70 രൂപയ്ക്കൊക്കെ കിട്ടും. 70-80 രൂപയ്ക്കൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഓൾറെഡി അവരുടെ വെബ്സൈറ്റിൽ അല്ലാതെ ഓഫർ ഉണ്ടാവും, അതൊക്കെ കിട്ടും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ്, മാമാർത്ത് പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നവരാണ്, പ്ലാസ്റ്റിക് പോസിറ്റീവ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ സോപ്പ് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രൈ ചെയ്യാം. ഇത് നീം സോപ്പ് ആണെങ്കിലും വേറെ ഫ്ലേവേഴ്സ് കാണും. ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ കെയർ വാട്ടർ അല്ലെങ്കിൽ ഹെയർ ടോണർ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും എത്ര നാൾ യൂസ് ചെയ്തിട്ടാണ് എനിക്ക് മാറ്റം വന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓളുന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസിൽ മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് എൻ്റെ കറണ്ട് ഹെയർ കെയർ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഹെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം മുന്നേ, ഒരു 2022 സെപ്റ്റംബറിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതെ, സെപ്റ്റംബറിലാണ് ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം കൂടെ, അതായത് നമുക്ക് പോസ്റ്റ്മോർട്ടം ഹെയർ ഫാൾ ഉണ്ടാവുന്ന ഒരു ടൈമും കൂടെ, അതായത് മോളെ ഡെലിവറി ആയിട്ട് അറൗണ്ട് ഒരു 7-8 മാസം തന്നെ ആയിട്ടുണ്ടാവുള്ളൂ. ആ ടൈമിലാണ് ഞാൻ ഒരു ബ്ലോ ഡ്രൈയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞൊരു 6 മന്തൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഹെയർ ഫാൾ ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ 2 കാരണങ്ങളാണ് ഞാൻ അന്ന് വിചാരിച്ചിരുന്നത്. ഏതാണെന്ന് എനിക്ക് ഇപ്പോഴും കറക്റ്റ് അറിയില്ല. ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഒന്നി പോസ്റ്റ്മോർട്ടം ഹെയർ ഫാൾ ആവാം, അല്ലെങ്കിൽ ഞാൻ ബ്ലോ ഡ്രൈ ചെയ്തതിൻ്റെ എഫക്റ്റ് ആവാം. ഇന്നും അതെനിക്കറിയില്ല എങ്ങനെയാണെന്ന് വന്നതെന്ന്. കാരണം ആ ഒരു ഹെയർ ഫാൾ ഇപ്പോഴും എനിക്കുണ്ട്. പക്ഷേ എന്നാലും അന്നത്തെ അത്രയും സ്ട്രോങ് ആയിട്ടില്ല. ഞാൻ ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി പിന്നെ എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് വന്ന വ്യത്യാസം, നമ്മുടെ ഹെയർ ഫാൾ പോയ സ്ഥലത്ത് പുതിയ റൂട്ട് ഹെയർസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളിത് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടികൾ വരുന്നുണ്ട്. നമുക്ക് റൂട്ട് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുതിയ മുടി നമ്മൾ എന്ത് ചെയ്താലും വരില്ല. അപ്പോൾ നമ്മൾ ആ റൂട്ട് നഷ്ടപ്പെടുന്ന ടൈമിൽ തന്നെ നമ്മൾ ഹെയർ കെയർ കൂടെ ചെയ്താൽ മാത്രമേ പുതിയ ഹെയർ വരുള്ളൂ. അതല്ലെങ്കിൽ ആ ഒരു റൂട്ടിരിക്കുന്ന സ്ഥലം അങ്ങ് ഇതായി പോയി കഴിഞ്ഞാൽ പിന്നെ വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഹെയർ ഫോൾ ഉള്ള ടൈമിൽ തന്നെ നമ്മൾ ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നതെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്താണെങ്കിൽ ഒരു
ഡോക്ടറെ കാണുന്നത് നല്ലതാണ്. അപ്പോൾ എനിക്ക് ഡോക്ടർ കാണണം എന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അത്രയും ഹെയർ ഫോൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു കുറേ പൊടിക്കൈകളിൽ നിന്നൊക്കെ കുറേ മാറിയിട്ടുണ്ട്. പിന്നെ എൻ്റെ കറണ്ട് ഹെയറിൻ്റെ അവസ്ഥ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പോർഷൻ വരെ എൻ്റെ ഒറിജിനൽ ഹെയർ ആണ്. അവിടെ നിങ്ങൾ താഴേക്ക് ബ്ലോ ഡ്രൈ ചെയ്തതാണ്. പിന്നെ ഞാൻ ഒരു വട്ടം അറ്റം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കെരാറ്റിനോ അതല്ലെങ്കിൽ ബോട്ടോക്സോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ എറണാകുളത്ത് പോയ സമയത്ത് കുക്കുംബയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവരെൻ്റെ ഹെയർ ടെക്സ്ചറും അതുപോലെ തന്നെ ഹെയർ ഇതും നോക്കിയിട്ട് പറഞ്ഞു മൊത്തം ഡാമേജ് ആയിട്ട് ഇരിക്കുകയാണ്, നല്ല ഹെയർ ഫോളും ഉണ്ട്, അതുകൊണ്ട് ഈ ടൈമിൽ ഒന്നും ചെയ്യാത്തതാണ് നല്ലത്, പിന്നെ എപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അന്ന് ഹെയർ കട്ട് ചെയ്ത് കെരാറ്റിൻ അല്ലെങ്കിൽ ബോട്ടോക്സോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഈ ഒരു എന്താ പറയുക ബ്ലോ ഡ്രൈ ചെയ്ത് അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് മുടിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന്. പക്ഷേ നടക്കുന്നില്ല കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു ഇത്രയും ഏരിയ നന്നായിട്ട് നീളം വെച്ചിട്ടുണ്ട്. വട്ടക്സിൻ്റെ അവിടെ എത്താറായി കേട്ടോ. പക്ഷേ എന്താ പറഞ്ഞിട്ടെന്താ കാര്യം, ഉള്ളൊട്ടും തന്നെ ഇല്ല. കാരണം ആ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്ത ആ ഒരു പോർഷനിലെ മുടിക്ക് ഉള്ളിൽ തീരെ ഇല്ല കേട്ടോ, ഇത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഇവിടോട്ടുള്ള അത്യാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മളെ കൊഴിയുന്ന മുടിയുടെ ഇനി എൻ്റെ മുടി വട്ടത്തിൽ കൊഴിഞ്ഞത് ഇവിടെയാണ് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഒരു വട്ടം വീണിട്ടുണ്ടായിരുന്നില്ല, ഇടിച്ച ഭാഗത്ത് അങ്ങനെയാണ് കൊഴിഞ്ഞത്, ആ ഒരു ഇടിച്ച ആ ഒരു ഇത്. അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ സൈഡിലായിട്ട് ഇങ്ങനെ കാണിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലതായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്, മുട്ടയായിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഒരു വട്ടം പോലൊരു ഷേപ്പിൽ മുട്ടയായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചില്ല ഇത് മുടി എനിക്ക് എന്താ പറയുക തിരിച്ചെടുത്തോണ്ട് വരാൻ പറ്റുമെന്ന്. കാരണം അത്രയും ഞാനങ്ങ് വിഷമിച്ച് പോയിട്ടുണ്ടായിരുന്നു. കാരണം മൊത്തത്തിലങ്ങ് പോയില്ലേ ആ ഒരു പോർഷൻ. പക്ഷേ നമ്മുടെ ഈ ഒരു വാട്ടർ നമ്മൾ അതിന് ഹെൽപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ ഹെയർ ഓയിൽ നമ്മൾ അതിനെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ മുടിക്ക് നന്നായിട്ട് നീളം വെക്കുന്നുണ്ട്, ഉള്ളും നന്നായിട്ട് വരുന്നുണ്ട്. കാരണം ഓൾറെഡി കൊഴിച്ചിൽ നിൽക്കാത്തത് കൊണ്ടാണ് നമുക്ക് താഴേക്കുള്ളത് ഇങ്ങനെ തേമ്പി കിടക്കുന്നത്. കാരണം ഇവിടേക്ക് നല്ല ഉള്ളുണ്ട്, കാരണം പുതിയ മുടി വരുന്നത് കൊണ്ടാണ്. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം നമുക്ക് കണ്ടോ ഉള്ള അത്യാവശ്യം നമ്മുടെ ഇവിടെ ഉണ്ട്, എങ്കിലും പഴയതിൻ്റെ അത്ര ഇല്ല. പക്ഷെ കുറേ കൂടി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ കൂടി വരും. അപ്പം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തവരും പോസ്റ്റ്മോർട്ടം ഹെയർ ഫോൾ ഉള്ളവർക്കും അല്ലാതെ ഹെയർ ഫോൾ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു കാര്യം പറയുന്നത്. അപ്പം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം മുടി നമുക്ക് തിരിച്ചെടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റും. പക്ഷെ നമ്മളതിനെ ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുടിയുടെ ഒരു അവസ്ഥ ഇപ്പോൾ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറേശ്ശെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മുടി മൊത്തത്തിൽ പോയതും പിന്നെ ചെറുതായിട്ട് കിളിർത്ത് വരുന്നതും പിന്നെ വലുതാവുന്നതും. ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ മുടി എങ്ങനെയാണെന്നുള്ളത് ഏകദേശം ഇവിടെയാണ് കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത്. കണ്ടോ ഇതാണ് ഇപ്പോൾ എൻ്റെ ആ ഒരു വളർന്ന ഭാഗത്തെ മുടി. കണ്ടോ ഇത്ര നീളം വെച്ചിട്ടുണ്ട്. കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വട്ടത്തിൽ പോയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഒത്തിരി സംസാരിച്ച് സമയം കളയുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഹെയർ വാട്ടർ അല്ലെങ്കിൽ ഹെയർ ടോണർ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് പറ്റുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് തയ്യാറാക്കുക. ഞാൻ ഏകദേശം കുറച്ചധികം ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെയാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ടോണർ അല്ലെങ്കിൽ ഹെയർ വാട്ടർ തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് വേണ്ടത് റോസ്മേരിയാണ്. ഇത് ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരിയാണ് കാണിക്കുന്നത്. ഇത് ഞാൻ വീട്ടിൽ നട്ടുപിടിപ്പിച്ചതാണ് കേട്ടോ. ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു, ഇപ്പോൾ അത്യാവശ്യം നല്ല വലിയ പ്ലാന്റ് ആയിട്ടുണ്ട്. പക്ഷേ അടിയിൽ നിന്ന് കരിഞ്ഞു തുടങ്ങി കേട്ടോ. കാരണം മഴ ഇതിന് പറ്റില്ല, നല്ല വെയിലാണ് ഇതിന് വേണ്ടത്. ആവശ്യത്തിന് വെള്ളം മതി, നല്ല വെയിലും വേണം. ഇപ്പോൾ നല്ല മഴയല്ലേ, അപ്പോൾ മഴ കാരണം ഇലകൾക്കൊക്കെ ചെറിയൊരു പഴുപ്പ് വധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിയിൽ നിന്ന് ഇങ്ങനെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആയിരുന്നു കേട്ടോ, നല്ല ബുഷായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അന്ന് എന്നെ കുറേ വെട്ടിയെടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് നടന്നില്ല. അപ്പോൾ റോസ്മേരിയുടെ ബെനിഫിറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാതെ തന്നെ അറിയാം. അത്രയും നല്ലതാണ് ഹെയർ ഗ്രോത്തിനും ഹെയർ ഫാൾ കുറയ്ക്കാനും ഡാൻഡ്രഫ് കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് റോസ്മേരിയാണ്. ഫ്രഷ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഡ്രൈ ലീവ്സ് നമുക്ക് ആമസോണിലൊക്കെ കിട്ടും, വാങ്ങിക്കാം കേട്ടോ. ലിങ്ക് വേണമെങ്കിൽ താഴെ കൊടുക്കാം. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ എടുക്കുന്നത് നീലയമരിയാണ്. ഇതും നിങ്ങൾക്കറിയാം, ഇൻഡിഗോ പൗഡർ വേണമെങ്കിൽ അതെടുക്കാം. ഇൻഡിഗോയുടെ ഡ്രൈ ലീവ്സും ആമസോണിലൊക്കെ കിട്ടും, അത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് ഞാൻ മേടിച്ച് നട്ടതാണ്. അത്യാവശ്യം നല്ല ബ്രാഞ്ചസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ എന്താ പറയുക അകാല നരയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ഹെയർ ഫോൾ വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഓപ്ഷണലാണ്. ഇത് ഫസ്റ്റ് നമുക്ക് മസ്റ്റായിട്ടും വേണ്ടത് റോസ്മേരിയാണ് കേട്ടോ. രണ്ടാമത് ഞാൻ എടുത്തേക്കുന്നത് ഞാൻ പറഞ്ഞ മാതിരി നീലയമരിയാണ്. ഇത് നമുക്ക് ചെറിയൊരു പ്ലാന്റ് ഓൺലൈൻ വഴിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ വലിയ മരമായിട്ട് മാറും ഇത് അത്യാവശ്യം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. എണ്ണ കാച്ചനൊക്കെ ഉപയോഗിക്കും
ആ കാലനര പ്രിവെൻറ്റ് ചെയ്യാനും മുടി നന്ന കറുപ്പായിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. അടുത്തത് ഞാൻ കാണിക്കുന്നത് മൈലാഞ്ചിയാണ്. ഇത് വളരെ ഓപ്ഷണൽ ആയിട്ടുള്ളതാണ്. ഇത് നിങ്ങൾക്കൊരു ഓയിലി സ്കാൽപ്പ് ആണെങ്കിലും മാത്രം എടുത്താൽ മതി. ഡ്രൈ ടു ഫ്രിസി സ്കാൽപ്പ്, ഹെയർ അങ്ങനെയുള്ളൊരു ഇത് എടുക്കണ്ട കേട്ടോ. കുറേ കൂടി ഡ്രൈ ആക്കത്തേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ എടുക്കാം. ഇത് നമ്മുടെ മുടി ഒരു എന്താ പറയുക, ഒന്ന് നറിഷ് ചെയ്ത് വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഒരു എന്താ പറയുക, പക്ഷേ ഇത് കൂടുതലായിട്ട് എടുത്താൽ മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ഫ്രിസി ആവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത് ഓവറായിട്ട് എടുക്കേണ്ട, ഒരു 2-3 ടണ്ട് തന്നെ എടുത്താൽ മതിയാവും. ഈ കാണിക്കുന്നതെല്ലാം ഞാൻ വീട്ടിൽ നട്ടുപിടിപ്പിച്ച് എടുത്തിട്ടുള്ളതുണ്ട്. പുതിയ വീട്ടിലേക്ക് താമസം മാറിയതിന് ശേഷം ഓരോന്നും ഇങ്ങനെ നട്ടുപിടിപ്പിച്ച് എടുത്ത് വരുന്നതേ ഉള്ളൂ. ഓരോന്നൊക്കെ കിളിച്ച് ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒന്നും ഞാൻ തറയിൽ നട്ടിട്ടില്ല. നമ്മൾ കോമ്പൗണ്ടുകൾ ഇതുവരെയും കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എല്ലാം ചട്ടിയിലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ചാക്ക് സഞ്ചി ഉണ്ടല്ലോ അങ്ങനത്തെ അതിലൊക്കെയാണ് തട്ടേക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് തുളസിയാണ്. തുളസി നിങ്ങൾക്ക് കൃഷ്ണ തുളസി എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു തുളസി ആയാലും മതിയാവും കേട്ടോ. അതും എടുക്കുക, ഒരു 3-4 തണ്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട നെക്സ്റ്റ് പനിക്കൂർക്ക, അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഞവരയില. ഇതും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ എടുക്കുക. ഞാൻ കാണിച്ച റോസ്മേരി ഒഴിച്ച് ബാക്കി എല്ലാതും നിങ്ങൾക്ക് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മാത്രം എടുത്താൽ മതിയാവും കേട്ടോ. ഒരു 3-4 ഇൻഗ്രീഡിയൻസ് മാക്സിമം എടുക്കാനായിട്ട് നോക്കുക. പിന്നെ ഞാൻ ഇതിനകത്ത് കാണിക്കാൻ വിട്ടുപോയൊരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, നീം ലീവ്സ് ആണ്. അതും ഞാൻ നട്ടുപിടിപ്പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ 2-3 തണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത് കാണിക്കാൻ വിട്ടുപോയി, ഷൂട്ട് ചെയ്യുന്നതിലില്ല കേട്ടോ. അപ്പോൾ അതും കൂടി എടുക്കുക കേട്ടോ. അത് നമുക്ക് ഡാൻഡ്രഫ് കുറയ്ക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. അതുപോലെ തന്നെ ഇച്ചിങ് ഇറിറ്റേഷൻസ് ഒക്കെ നന്നായിട്ട് മാറും കേട്ടോ. അപ്പോൾ പനിക്കൂർക്കയും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നീരിറക്കമൊക്കെ ഉള്ളവർക്ക് ഇത് നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഞാൻ കാണിക്കുന്നത് ദന്തപാലയാണ്. ഇതുണ്ടെങ്കിൽ മാക്സിമം എടുക്കാനായിട്ട് നോക്കുക. ദന്തപാല നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, സോറിയാസിസ് പോലുള്ള വളരെ അസുഖങ്ങൾക്കൊക്കെ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു മെഡിസിനാണ്. ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഡാൻഡ്രഫ് നന്നായിട്ട് മാറും, ഇച്ചിങ് ഇറിറ്റേഷൻസ് നന്നായിട്ട് മാറും, ഹെയർ ഗ്രോത്ത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും, നന്നായിട്ടൊന്ന് കൂളായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ നട്ടുപിടിപ്പിച്ച് ഇങ്ങനെ ഇത് മുളച്ചിങ്ങനെ വരുന്നതേ ഉള്ളൂ. എങ്കിലും ഞാനൊരു 6-7 ലീവ്സ് ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും. ഞാൻ എൻ്റെ പ്ലാന്റ്സുകളെല്ലാം ഓൺലൈനാണ് കേട്ടോ. പല സ്ഥലത്തുനിന്ന് ഞാൻ മേടിച്ച് അങ്ങനെ നിൽക്കുന്നതാണ്. ഓഫ്ലൈൻ വളരെ കുറവാണ്, കാരണം പോക്ക് നടക്കില്ല. അതുകൊണ്ട് ഞാൻ ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങൾ വളരെ കുറവാണ്. പിന്നെ അടുത്ത ഏതെങ്കിലും നഴ്സറിയിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുമെങ്കിലേ ഉള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഭൃംഗരാജ്, അതായത് നമ്മുടെ കഞ്ഞുണ്ണീന്നും കൈതോന്നിന്നും ഒക്കെ പറയുന്ന നമ്മുടെ ഭൃംഗരാജാണ്. ഇത് വലിയൊരു മൂട് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലിപ്പോൾ ഇത് ഒത്തിരി ഉണ്ട്. ഒരൊറ്റ മൂട് നമ്മൾ നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അരി വീണിട്ട് ഒരുപാട് സ്ഥലത്ത് ഇത് സ്പ്രെഡായിട്ട് ഒത്തിരി പൊടിക്കും കേട്ടോ. അപ്പോൾ വീട്ടിന് ചുറ്റും ഒത്തിരി ഉണ്ട് ഇത്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നാണ്, ഇതൊരു വലിയ ബ്രാഞ്ചാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മാക്സിമം ഒരു തൈ എവിടെന്നെങ്കിലും നിങ്ങൾ ഒപ്പിച്ച് നടാനായിട്ട് നോക്കാം. ഒരെണ്ണം നട്ടുപിടിപ്പിച്ചാൽ തന്നെ അതിൽ നിന്ന് അരി വരുമ്പോൾ നമുക്ക് ബ്ലാക്ക് കളറിലേക്ക് ഷെയ്ഡിലേക്ക് ആകുമ്പോൾ അതിനെ പൊട്ടിച്ചെടുത്ത് നമുക്ക് വേറെ പൊടിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒത്തിരി പൊടിച്ച് വരും കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. ഇതിൽ നിന്ന് കുറേശ്ശെ എല്ലാം കട്ട് ചെയ്തെടുക്കുക, അതായത് ഇതുപോലെ. അതിന് ശേഷം നമ്മൾ ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കണം. എന്നിട്ടൊരു പാത്രത്തിലിട്ട് 2 കപ്പ് വെള്ളം ചേർക്കണം. അതിനുശേഷം അതിനെ നന്നായിട്ട് തിളപ്പിച്ച് അതിനെ വറ്റിക്കണം. അതായത് 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ വറ്റിച്ച് 1 കപ്പാക്കി മാറ്റണം. അങ്ങനെ പകുതി ആയിരിക്കും മാറ്റണം കേട്ടോ. അപ്പോൾ നമ്മൾ കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വേണ്ട ഇൻഗ്രീഡിയൻറ്റ് റോസ്മേരിയാണ്. ബാക്കിയുള്ളതെല്ലാം കുറേശ്ശെ തന്നെ മതിയാവും. ഏകദേശം 1 പിടി വീതം മതിയാവും. റോസ്മേരി ആണെങ്കിൽ ഒരു 2 പിടി അങ്ങനെ. അപ്പോൾ തിളപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അടച്ച് വെച്ച് തന്നെ തിളപ്പിക്കണം. അതുപോലെ തിളപ്പിച്ച് വറ്റിച്ച് പകുതിയാക്കുകയും വേണം കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു എസൻസ് ഇതൊന്നും പുറത്ത് പോകാൻ പാടില്ലാതെ നമ്മളിങ്ങനെ അടച്ച് വെച്ച് ഇങ്ങനെ കണ്ടോ, കളർ ഷെയ്ഡായതുണ്ടോ, ഷെയ്ഡ് വ്യത്യാസം വന്നതുണ്ടോ, ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ അടച്ച് വെച്ച് തന്നെ തിളപ്പിക്കുക. ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ വീണ്ടും മൂടി വയ്ക്കുക കേട്ടോ. മൂടി വെച്ച് നന്നായിട്ട് തിളച്ച് പകുതിയാകുമ്പോൾ തീ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് അതിനെ തണുപ്പിക്കണം. നല്ല പോലെ തണുത്തതിന് ശേഷം ഒരു ഡബിൾ ലെയർ തുണിയിട്ട്, കോട്ടൺ തുണി അങ്ങനെ ഇട്ട് അരിച്ചെടുക്കുക. എന്തുകൊണ്ടാണ് അരിപ്പിലരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും പൊടികളുണ്ടെങ്കിൽ നമ്മൾ ഈ പമ്പ് അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ആക്കുമ്പോഴത്തേക്ക് ബ്ലോക്ക് ആവും കേട്ടോ. പിന്നെ സ്പ്രേ ബോട്ടിൽ വർക്കാവില്ല. എനിക്ക് അങ്ങനെ 2-3 വട്ടം അബദ്ധം പറ്റിയിട്ടുണ്ട്. അങ്ങനെ 2-3 സ്പ്രേ ബോട്ടിൽ എൻ്റെ നിന്ന് പോയിട്ടുണ്ട്. ആ ഒരു പമ്പ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അത് കേടായി പോവും, പിന്നെ അത് പമ്പ് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തുണിയിൽ തന്നെയാണ് അരിച്ചെടുത്തത്. അതിനുശേഷം ഞാനൊരു പമ്പ് ബോട്ടിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇത് നമുക്ക് 1 മന്ത് ഡെയിലി യൂസ് ചെയ്യുമ്പം 1 മന്ത് യൂസ് ചെയ്യാനുള്ളത് ഉണ്ട് കേട്ടോ. നിങ്ങൾ അതിനനുസരിച്ച് തയ്യാറാക്കുക. 1 മന്ത് നമുക്കിത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യാം. ബോട്ടിലേക്ക് മാറ്റുന്നത് നോർമൽ ടെമ്പറേച്ചറിലും സ്റ്റോർ ചെയ്യാം കേട്ടോ. അതിനുശേഷം ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതിനകത്ത് ഏതെങ്കിലും 1-2 ഇൻഗ്രീഡിയൻസ് സ്കിപ്പ് ആവുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ റോസ്മേരി മസ്റ്റായിട്ടും വേണം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി കരിഞ്ചീരകവും അതുപോലെ തന്നെ ഉലുവയും നിങ്ങൾക്ക് എക്സ്ട്രാ ചേർക്കാം, ഒരു 1-2 ടേബിൾ സ്പൂൺ വീതം.
നമുക്ക് ഇത് നമ്മൾ എന്താ പറയുക ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയൊരു വാട്ടർ ഒരു മാസത്തേക്ക് തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ ഒരു കളറിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഒരു പമ്പ് ബോട്ടിലോ നിങ്ങൾക്ക് മാറ്റാം. അതിനുശേഷം രാത്രിയിൽ വേണം ഇത് യൂസ് ചെയ്യാനായിട്ട്. രാത്രിയും രാവിലെയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം അപ്പം തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ട് സ്കാൽപ്പിലും ഹെയറിൻ്റെ അറ്റം വരെ നമുക്ക് സ്പ്രേ ചെയ്യാം. സ്പ്ലിറ്റ് ടൈംസ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ നല്ലപോലെ മസാജിങ് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഫിംഗർ ടിപ്സ് വെച്ച് വേണം മസാജ് ചെയ്യാനായിട്ട്. ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ മാക്സിമം ചെയ്യാനായിട്ട് നോക്കുക. എങ്കിലാണ് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക റിസൾട്ട് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിൽ മാക്സിമം ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം എടുത്തിട്ട് ചെയ്താൽ മതി. മെയിനായിട്ടും വേണ്ടത് റോസ്മേരിയാണ്. അത് ഓൺലൈനായിട്ട് ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ റോസ്മേരിയും അല്ലാതെയും വെച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. അതും എനിക്ക് നല്ല എഫക്റ്റീവായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് കുറേ കൂടി ഇൻഗ്രീഡിയൻസ് നമുക്ക് കിട്ടുന്നത് വെച്ചിട്ട് തയ്യാറാക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ഓരോന്നിനും ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിൽ കാണാൻ